ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CBSE, ICSE സ്റ്റേറ്റ്, ഇത് മാത്രമല്ല +1 +2 അല്ലെ CBSE സ്റ്റേറ്റ് ICSEക്കാർക്ക് എന്നുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ എല്ലാവർക്കും ആവശ്യമുള്ള മാത്തമാറ്റിക്സിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ജോമെട്രിക്കൽ ഷേപ്സിന്റെ ഏരിയ ആൻഡ് വോളിയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളിന്ന് പറയാൻ പോകുന്നത് സിലിണ്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് കണ്ടാൽ നമുക്കറിയാം, ഇത് സിലിണ്ടർ ആണ് ഷേപ്പ്, ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ സിലിണ്ടറിന്റെ ഏരിയ കാണാനുള്ള, ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പോൾ പലർക്കും ഈ ഫോർമുല ഓർത്തു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വളരെ സിമ്പിൾ ആണ്. എല്ലാ ജോമെട്രിക്കൽ ഷേപ്പിന്റെയും ഏരിയയുടെയും വോളിയത്തിന്റെ ഒക്കെ ഫോർമുല നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാനുള്ള ടിപ്സും കൂടിയാണ് നമ്മളിതിന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സിലിണ്ടറിന്റെ കാര്യമാണ് പറയുന്നത്. സിലിണ്ടറിന്റെ നോക്കൂ, ഇവിടെ ഇതാണ് സിലിണ്ടറിന്റെ സെന്റർ തൊട്ട് ഇവിടെ വരെയുള്ളതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് റേഡിയസ്, എന്താണ് ഹൈറ്റ്? സിലിണ്ടറിന്റെ ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സിലിണ്ടർ എന്ന് പറയുന്ന ഷേപ്പ് നമുക്കറിയാം, ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മള് രണ്ട് സർഫസ് ഏരിയ ഉണ്ട് സിലിണ്ടറിന്. ടോട്ടൽ 3 സർഫസ് ഏരിയ ഉണ്ട്. അപ്പൊ TSE എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പൊ ഈ രണ്ട് സർഫസ് ഏരിയ, ബേസിന്റെ ഷേപ്പ് സർക്കിളിന്റെ ഷേപ്പാണ്. അപ്പോൾ രണ്ട് സർഫസ് ഏരിയ എന്നുള്ള ബേസ് ഏരിയ, രണ്ട് ബേസ് ഏരിയ ഉണ്ട്, പ്ലസ് എന്തും കൂടി ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ് ഏരിയയും കൂടി ഉണ്ട്, ഓക്കെ. അപ്പൊ ബേസിന്റെ ഷേപ്പ് സർക്കിളിന്റെ ഷേപ്പാണ്. അപ്പൊ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് πr² എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ബേസ് ഏരിയ ഉണ്ട്, സോ 2 × πr², പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ കാണണം. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഒരു ഫോർമുലയാണ്, ഏതിന്റെ ആണെങ്കിലും പെരിമീറ്റർ × ഹൈറ്റ് ആണ് കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പൊ ഇവിടെ സിലിണ്ടറിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിന്റെ ഏരിയ സർക്കിൾ ആണ്. അപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്. സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്, × ഹൈറ്റ്. അപ്പൊ 2πr. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² + 2πrh. അപ്പൊ രണ്ടിലും 2πr കോമൺ ഉണ്ട്. അപ്പൊ 2πr പുറത്തേക്ക് എടുത്തേക്കാം, 2πr × r+h. വളരെ സിമ്പിൾ ആണല്ലോ. ഇനി അടുത്തത് വോളിയം കാണാനുള്ള ഫോർമുല. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഏതൊരു ഇതിന്റെ വോളിയം കാണാനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ × ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏത് ഷേപ്പാണ്? സർക്കിളിന്റെ ഷേപ്പാണ്. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് πr² ആണ്. πr² × h, πr². അപ്പൊ അങ്ങനെ നമുക്ക് സിലിണ്ടറിന്റെ വോളിയവും ടോട്ടൽ സർഫസ് ഏരിയയും കാണാനായിട്ട് പറ്റും. ഇതൊരു കാലത്ത് നിങ്ങൾ മറക്കാൻ പാടില്ല. വ്യക്തമായി വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.